വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലോ എന്ന് പറഞ്ഞ പോലെ ആർക്കും ഏത് പ്രായത്തിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലികളും നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എന്നോട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും എന്നെ പറ്റിയോ എൻ്റെ ഫാമിലിനെ പറ്റിയോ എൻ്റെ യൂട്യൂബിൽ വന്ന കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി പേരിനോട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമെന്ന് പറഞ്ഞാൽ ആർക്കും എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബീന എന്നാണ്. ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ് ജനിച്ചതും വളർന്നതെല്ലാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എനിക്കൊരു മോളാണുള്ളത്. അവർ അബുദാബിയിലാണ്. ഞങ്ങളെല്ലാവരും കൂടി ആ ഫാമിലിയായിട്ട് അവിടെ ആയിരുന്നു. ഇപ്പോൾ കൊറോണ ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്ന് ഞങ്ങളിപ്പോൾ നാട്ടിലുണ്ട്. അങ്ങനെയാണ് അതാണ് എൻ്റെ ഫാമിലി. ഇപ്പം മരട് ചമ്പക്കരയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു 4 വർഷം മുൻപാണ്. അതൊരു മത്തി വെട്ടുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ മത്തി വെട്ടുന്ന വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും കളിയാക്കും മത്തി വെട്ടുന്ന വീഡിയോ എന്ന്. പക്ഷേ ആ വീഡിയോ ഒത്തിരി കുറേ ആൾക്കാരൊക്കെ കണ്ട് പിന്നെ നമുക്ക് ധൈര്യമായി അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ വീഡിയോ ഇട്ടിരുന്ന റെഗുലറായിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് മാത്രമേ ഇടുകയുള്ളായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിലെ വളർച്ചയെന്ന് പറഞ്ഞാൽ കുറച്ച് പതുക്കെയായിരുന്നു. ഒരു 2-3 വർഷം കൊണ്ടാണ് എനിക്ക് 100K ആയത്. ചില ചാനൽ അങ്ങനെ വളരെ പതുക്കെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ ചാനൽ അങ്ങനെ തന്നെയായിരുന്നു. ചില ചാനലൊക്കെ ആണെങ്കിൽ 25 വീഡിയോ ഒക്കെ ഇടുമ്പോൾ തന്നെ 100K ഒക്കെ കഴിയും. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ കുറേ വീഡിയോകളൊക്കെ ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് ഹിറ്റായ വീഡിയോകളുണ്ട്. ചിലതൊന്നും അത്ര അധികം പേരൊന്നും കണ്ടിട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചാനൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് യൂട്യൂബിൽ കുറവായിരിക്കും, വ്യൂസൊക്കെ കുറവായിരിക്കും. ചില സമയത്ത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഒത്തിരി പേരെന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ ആരാ പിടിക്കുന്നത്, എഡിറ്റ് ചെയ്യുന്ന ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഫസ്റ്റ് ഞാനായിരുന്നില്ല. എനിക്ക് മോളും ഹസ്ബൻഡൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമുക്കെല്ലാം കൂടെ കാണിക്കാനുള്ള ടൈം കിട്ടില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ വീഡിയോക്ക് എൻ്റെ ഇൻട്രോ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയിലാണോ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ടാണോ വീഡിയോ പിടിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ ക്യാമറയിലാണ്, ക്യാനൻ്റെ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ചില കറികളൊക്കെ പിന്നെ ബീഫ് ഉരുളക്കിഴങ്ങ് കറി, ആ വീഡിയോ കണ്ടിട്ട് എനിക്കൊരാൾ ഇട്ട കമൻറ്റാണ്, അത് കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട് ചേച്ചിയുടെ ഈ കറികളൊക്കെ കഴിക്കുമ്പോൾ എന്ന്. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ചിലരൊക്കെ അങ്ങനെ കമൻ്റൊക്കെ ഇടും, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയാണ് ചേച്ചിയുടെ കറികൾക്കൊക്കെ എന്ന് പറയും. അതൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എനിക്ക് യൂട്യൂബിൽ ആദ്യം ഹിറ്റായ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ വിന്താലുമായിരുന്നു. അപ്പം ഞാൻ ആഡിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. വെറുതെ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പൈസനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിടുകയായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇത് ആഡിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടി. പിന്നെ റെഗുലറായിട്ടൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ മിക്കവാറും അല്ല 1-2 ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇടായിരുന്നു. ചിലതൊക്കെ നല്ല ഹിറ്റാവും, ചിലതൊക്കെ ഹിറ്റാവില്ല. പിന്നെ എന്നോട് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്തെങ്കിലും വീഡിയോ ചെയ്തിടുമ്പോൾ ഒത്തിരി പൈസ ചിലവാകില്ലേ, കുക്ക് ചെയ്യാനൊക്കെ ഒത്തിരി പൈസ ചിലവാകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ പൈസയൊന്നും ചിലവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. നമുക്ക് പുറത്താർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കണില്ല. ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 1 കിലോ ചിക്കൻ വെച്ച് കറി വെക്കും, 1/2 കിലോ ബീഫ് ഉണ്ടാക്കും. അങ്ങനെ കുറച്ച്
ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ കഴിക്കാനുള്ള പാകത്തിന് ഉണ്ടാക്കും, അത് തന്നെ കഴിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, വെറൈറ്റിയൊക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ കൂടുതൽ നമ്മൾ നാടൻ ഐറ്റംസൊക്കെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ചാനലിൽ നാടൻ ഐറ്റം തന്നെയാണ് ഹിറ്റായിട്ട് വരുന്നത് എപ്പോഴും. മീൻകറിയൊക്കെ ഒത്തിരി പേര് മീൻകറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കമൻ്റ് ഇടും. അതുപോലെ ഡക്ക്, പോർക്ക്, അതിനൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പികൾക്കാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂസൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ അതുപോലെയുള്ള കറികളൊക്കെയാണ് കൂടുതൽ ചെയ്തിടുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുക്കിങ്ങാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കൊക്കെ വളരെ, ഇപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണെന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ അടുത്ത് വന്നൊരു കമൻറ്റാണ്, എൻ്റെ ഒരു വറുത്തരച്ച സാമ്പാറിൽ എനിക്കൊരു കുട്ടിയിട്ടിരുന്ന കമൻറ്റാണ് കേട്ടോ. ഞാൻ ഇൻട്രോയൊക്കെ പറയുമ്പോഴത്തേക്കും ചില സമയത്ത് ടെൻഷൻ കൊണ്ട് നമുക്ക് ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടേക്കണേ, ചേച്ചി ഇൻട്രോ എല്ലാം പറയുമ്പോഴത്തേക്കും നന്നായിട്ട് ചിരിച്ച് സന്തോഷത്തോടെ പറയണം, ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അതേപോലെ വേണം ചേച്ചി ചിരിച്ചൊക്കെ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് നമ്മൾ പല മൂഡായിരിക്കുമല്ലോ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വരില്ല. എന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ചില തമാശയൊക്കെ പറയും കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച്, ഇത് പ്രഷർ കുക്കറാണോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വിസിലാണോ എന്ന് പറഞ്ഞ് എനിക്കൊരു കമൻറ്റ് വന്നേ. അത് എൻ്റെ ഒരു ചെറുപയർ തോരന്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ തിരിച്ചാ കുട്ടിനോട് മറുപടി ഇട്ട് ഞാൻ ചോദിച്ച്, ഇത് തമാശ പറഞ്ഞതാണോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല ചേച്ചിയുടെ കുക്കറിൻ്റെ വിസിലടിക്കണേൻ്റെ അത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട് നോക്കിയപ്പോഴത്തേക്കും വിസിലിങ്ങനെ ട്രെയിൻ പോണ പോലെ നിർത്തി ഇങ്ങനെ ഒരു പ്രത്യേക ടൂണിലാണ് അടിക്കണത്. അപ്പം നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞാൽ അത്രയും നമ്മുടെ വീഡിയോ അത്രയും ശ്രദ്ധിച്ച് കാണുന്നുണ്ടെന്ന് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എൻ്റെ ഒരു പൂരിയുടെ ഇതിൽ എൻ്റെ ഒരു സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ ആ സ്റ്റീൽ പാത്രത്തിൽ എൻ്റെ മുഖം കാണാമായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതുവരെ ആൾക്കാർ കണ്ടുപിടിക്കും. അങ്ങനെ അത്ര ശ്രദ്ധിച്ചാണ് നമ്മുടെ വീഡിയോ നമ്മുടെ മലയാളികൾ കാണുന്നത്. ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോക്ക് അത്ര നന്നായിട്ട് ആൾക്കാർ കാണുന്നുണ്ടെന്നും സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്നും എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒത്തിരി പേര് അതിനോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ കൂടാൻ പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കങ്ങനെ സൂത്രപ്പണികളൊന്നും അറിയില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരായ മാർഗത്തിലൂടെ യൂട്യൂബിൽ പോകുന്നത് നല്ലത്. അല്ല യൂട്യൂബുകാർ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് തന്നെ ചിലപ്പോൾ ബാൻ ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒറ്റക്കാണെങ്കിലും നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് എൻ്റെ പ്രായത്തിൽ എനിക്കിതൊക്കെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യണ പോലും എനിക്കറിയാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാനെല്ലാം കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ക്യാമറ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ ചക്കവേരിലോ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാം. എനിക്കിത് കൂടാതെ കുറച്ച് ഹോബികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എംബ്രോയ്ഡറി ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു കുക്കിങ്ങിൻ്റെ ഒരു ബ്ലോഗുണ്ട്, cookingatmayflower എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ വെബ്സൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് അതിൽ നമ്മൾ റെസിപ്പീസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളാണ് അത് എല്ലാം കറക്റ്റ് ചെയ്തൊക്കെ കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബ്ലോഗും കൂടി ഉള്ളത് കാരണമാണ് എൻ്റെ ചാനൽ ഇത്ര കുറച്ചുകൂടെ ഹിറ്റായി പെട്ടെന്ന് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒരു 8 വർഷത്തോളം
റെസിപ്പികളൊക്കെ ഈ ബ്ലോഗിൻ്റെ ലിങ്കൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് അതിലൊക്കെ കയറി നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ബ്ലോഗ് ഉണ്ട്, കുക്കിംഗ് ആറ്റ് മൈ ഫ്ലവർ എന്ന് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതിലും ഒരു 600ഓളം റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പീസാണ്. കുറേ റെസിപ്പീസൊക്കെ നമ്മൾ യൂട്യൂബിൽ അതിൽ നോക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലും വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കാം. അതുപോലെ തന്നെ എനിക്കൊരു പെയിൻറ്റിങ് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഒരു ബ്ലോഗും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു പ്രശ്നം വന്നത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ എനിക്ക് എംബ്രോയ്ഡറി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും ഉടനെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നും എഡിറ്റ് ചെയ്യുന്നതെന്നും സൗണ്ട് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ വീഡിയോ വളരെ വലുതായി പോകും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലോ എന്ന് പറഞ്ഞ പോലെ ആർക്കും ഏത് പ്രായത്തിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലികളും നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. വീട്ടുജോലികളുടെ കൂടെ നമുക്ക് ഏത് പ്രായത്തിലും നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുക. ആക്റ്റീവായി ഇരുന്നാൽ തന്നെ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മുടെ സമയം നന്നായിട്ട് പോയി കിട്ടും. നമ്മൾ പിള്ളേരൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഒറ്റപ്പെടുന്നൊരു തോന്നൽ വരും. പിള്ളേർ കല്യാണങ്ങൾ കഴിച്ചു പോയി ജോലിക്ക് സ്ഥലത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ സമയത്ത് നമുക്കിതുപോലെ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.